അങ്ങനെ മാഡം ഇപ്പോൾ തൽക്കാലം സസ്പെൻഷനാണ് എന്ന് കരുതി മാഡത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. മാഡം ഇനി നീതി നടപ്പാക്കാൻ അവസരം ലഭിക്കാതെ ഒരു അശ്വത്ഥാമാവായിട്ട് ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. മാഡത്തിൻ്റെ സാമാന്യത്തിലും കൂടുതൽ സ്വാധീനം നമ്മുടെ നിയമവൃത്തങ്ങളിലുണ്ട്, ഉന്നത നീതിപീഠത്തിലുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് മാഡത്തെ അങ്ങ് മുക്കിൽ വലിച്ചു കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. 6 മാസം വേണ്ട, അതിനുള്ളിൽ തന്നെ മാഡം നിഷ്കളങ്കത തെളിയിച്ച്, നിർദോഷിത്വം തെളിയിച്ച്, നിരപരാധിത്വം തെളിയിച്ച് നീതിപീഠത്തിൽ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ ബാക്കിയിരിക്കുന്ന നീതി ഉടനെ തന്നെ വീതിച്ച് ആളുകൾക്ക്, വ്യവഹാരികൾക്ക് കൊടുക്കുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. അങ്ങനെ ടിയാര റോസ് മാഡത്തെ ഒതുക്കിക്കളയാം എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മണിയാശം പറഞ്ഞ പോലെ അത് നടക്കുകയില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏതായാലും മാഡം സത്യം തെളിയിച്ച് ഈ സീതാദേവിയെ പോലെ അഗ്നിശുദ്ധി തെളിയിച്ച് നീതിപീഠത്തിൽ തിരിച്ചെത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് കാണാൻ വേണ്ടി ഞാൻ മാത്രമല്ല, ഈ പരിപാടി കാണുന്ന ഓരോരുത്തരും നിർനിമേഷരായി കാത്തിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം.